ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ സാധാരണയായി ഉണ്ടാക്കുന്ന ചിക്കൻ വറവിന്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ് ഇത്. ഈ ചിക്കൻ വറവ് ഉണ്ടാക്കാൻ വേണ്ടി അധിക ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ചിക്കൻ വറവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനിവിടെ എല്ലോട് കൂടിയ 1 കിലോ ചിക്കൻ ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. വളരെ ചെറിയ പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഇതാണ് ചിക്കൻ വറവിന്റെ ഒരു ടേസ്റ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കനും എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ മുഴുവനായി ചിരകി എടുത്തിട്ടുണ്ട്. തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ഈ വറവിന്റെ രുചിയും കൂടും. അതേപോലെ തന്നെ 3 വലിയ സവാള നീളത്തിൽ ഇതുപോലെ നേർമയായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 1 കുടം വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ചതച്ചെടുത്ത് വെച്ചതാണ്. ഇനി നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ചൂടായ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകും പെരിഞ്ജീരകവും ഒക്കെ നന്നായി പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന 3 സവാള ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മൾക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്ക് നമ്മൾക്കിതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഇപ്പം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് ഇതിൽ കൂടുതൽ വേണ്ടത്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം. പക്ഷേ ഗരം മസാല ചേർക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി പച്ചമണം മാറ്റിയെടുക്കാം. ചെറു തീയിൽ വേണം നമ്മൾ ഇതുപോലെ മസാലപ്പൊടികളൊക്കെ വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമ്മൾക്ക് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമ്മൾക്ക് ഇതുപോലെ ചെറു തീയിൽ നന്നായി ഒന്ന് വഴറ്റണം. ആ ചിക്കന്റെ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ചെറു തീയിൽ ഒരു 5 മിനിറ്റ് നേരം ഞാൻ നന്നായി ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് നന്നായി പിടിച്ച് നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമ്മൾക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചിക്കനിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. കാരണം നമ്മളിത് ചാറായിട്ടല്ല എടുക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ചിക്കൻ ഒന്ന് ചൂടാകുമ്പോൾ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അത് നോക്കി വേണം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി അടച്ചു വെച്ച് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമ്മൾ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനിൽ നിന്നൊക്കെ വെള്ളം നന്നായി ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കന്റെ വെള്ളമൊക്കെ കുറച്ച് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ ഒരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ ചിരകി എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടി ചേർക്കുമ്പോഴത്തേക്കും ചിക്കന്റെ വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റി വരും. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അഥവാ നിങ്ങൾക്ക് ഈ സമയത്ത് വെള്ളം അധികമാണെങ്കിൽ ഒന്ന് മൂടി തുറന്നു വെച്ച് വെള്ളം വറ്റിച്ചെടുക്കേണ്ടതാണ്.
അതിനുശേഷം മാത്രമേ തേങ്ങ ചേർക്കാൻ പാടുള്ളൂ. തേങ്ങയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടി നമ്മൾക്ക് വേവിച്ചെടുക്കാം. തേങ്ങ ചേർത്ത് 5 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ സൈഡിലൂടെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ പൂർണ്ണമായും വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് ചേർക്കുന്ന ഈ കുരുമുളക് പൊടി നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കുരുമുളക് പൊടിയുടെ ഒരു ടേസ്റ്റ് ആണ് ഈ ചിക്കൻ വറവിന് മുന്നിട്ട് നിൽക്കേണ്ടത്. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വറവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണിത്. കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ ഇത് എല്ലാ വീടുകളിലും ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.